എല്ലാ വൃശ്ചികക്കൂറുകാർക്കും ഓഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി വൃശ്ചികക്കൂറുകാർക്ക് ചില ഉയർച്ച താഴ്ചകൾ ഈ മാസം ഉണ്ടാകും. അതിൻ്റെ ഫലമായി സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഈ സാമ്പത്തികമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള വലിയ മുതൽക്കൂട്ട് ആയിത്തീരുകയും ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള അറിവുകൾ, സാമ്പത്തിക സാക്ഷരത നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപയോഗപ്പെടുത്തുക. തൊഴിൽപരമായി വൃശ്ചികക്കൂറുകാർക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും വരാൻ ഇടയുണ്ട്. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ ശത്രുവിനെ പോലെ ചിലർ പെരുമാറാനും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുവാനും സാധ്യതകൾ ഉണ്ട്. അതിനാൽ തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിക്കൽ, ഫാർമസി, ക്ഷേത്ര സംബന്ധമായ ജോലികൾ, കലാപരമായ തൊഴിലുകൾ തുടങ്ങിയവ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് ഓഗസ്റ്റ് മാസം. ബിസിനസ്സിലും വൃശ്ചികക്കൂറുകാർക്ക് അല്പം പ്രയാസമുള്ള കാലമാണ്. പുതിയ ബിസിനസ് അതിന് ഉത്തമമായ സമയമല്ല. അതുകൊണ്ട് നിലവിൽ ഉള്ള ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യാം. ആരോഗ്യപരമായി വൃശ്ചികക്കൂറുകാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. രക്തസമ്മർദ്ദം, ഷുഗർ, മസിൽ പ്രോബ്ലം തുടങ്ങിയ പ്രയാസങ്ങൾ ഉള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. അത് ചെറിയ രീതിയിൽ വർദ്ധിക്കുവാൻ ഉള്ള സാധ്യതകൾ ഈ മാസം കാണുന്നു. നല്ല ഭക്ഷണശീലം, വ്യായാമം, കൃത്യമായ ഉറക്കം, മാനസിക ആരോഗ്യത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എന്നിവ നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോകുക. കുടുംബത്തിൽ വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിദേശ ജോലി, വിദേശയാത്ര എന്നിവയ്ക്ക് ഭാഗ്യമുണ്ടാകും. സന്താനലബ്ധി, വിവാഹം, പ്രണയം എന്നിവയിൽ സാഫല്യം തുടങ്ങിയ ഫലമാണ് കുടുംബമായിട്ട് ബന്ധപ്പെടുത്തി വൃശ്ചികക്കൂറുകാർക്ക് കാണുന്നത്. കുടുംബത്തിൽ പിണങ്ങി നിന്ന് ഇരുന്നവർ തീർച്ചയായും ഒരുമിക്കുവാനുള്ള സാധ്യതകളും കാണുന്നു. ഇത്രയുമാണ് വൃശ്ചികം രാശിക്കാരുടെ ഫലങ്ങളായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ ചെയ്യുക. ഏവർക്കും നല്ല ഒരു ഓഗസ്റ്റ് മാസം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.